മികച്ച ഡയറക്ഷൻ, മികച്ച സിനിമോട്ടോഗ്രാഫി. സൂപ്പർ പടം, അടിപൊളി പടം, നല്ല മസ്റ്റ് വാച്ച് ആണ്. നല്ല അഭിനയം, നല്ല പടമാണ്. നല്ല സിനിമയാണ്, നല്ല സിനിമയാണ്. നല്ല എക്സ്പീരിയൻസ്. ഞാൻ ശരിക്കും സ്റ്റോറി തുടങ്ങി ഒരു കുറച്ചായപ്പോഴാണ് വന്നത്, ഒരു അരമണിക്കൂർ ലേറ്റായി. പക്ഷേ എന്നാലും കഥ ശരിക്കും മനസ്സിലായി. നല്ല രസമുണ്ട്. കുറേ നാൾ കൂടിയതിന് ശേഷമാണ് ടോവിനോയുടെ നല്ലൊരു പടം കാണുന്നത്. കൊള്ളാം, അടിപൊളി പടമായിരുന്നു, നല്ല പടമായിരുന്നു. കുറേ നാൾക്ക് ശേഷം ടോവിനോട് ഒരു നല്ലൊരു പടം കാണാൻ, നല്ല പടം. കൊള്ളാം, കുഴപ്പമില്ല. നല്ല ചിത്രം. 2023 കണ്ണൂർ സ്ക്വാഡായിരുന്നെങ്കിൽ മമ്മൂക്കയുടെ, ഇപ്പോൾ 2024 ടോവിനോയുടെ അന്വേഷിപ്പിക്കും കണ്ടെത്തും കൊണ്ടുപോയി. കൊള്ളാം, നല്ല പടം, വളരെ എൻഗേജിങ്. നല്ല പടം, നല്ല പടം. കൊള്ളാം. നല്ല ഫിലിമാണ്, നല്ല ഇൻവെസ്റ്റിഗേഷൻ, നല്ല അടിപൊളി ഒരു പോലീസ് കഥാപാത്രമായിട്ടുള്ള ടോവിനോടെ നല്ല സൂപ്പർ പടം. നല്ല മൂവിയാണ്. ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയാണ്. അയ്യോ അടിപൊളി, സൂപ്പർ. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഇറങ്ങിയതിൽ ഏറ്റവും ബെസ്റ്റ് മൂവിയാണ്. അടിപൊളിയാണ്. വിനോദ് തോമസിന്റെ മാരകമായിട്ടുള്ള അഭിനയമായിട്ടുള്ള അന്വേഷിക്കുകയും കണ്ടെത്തുകയും കണ്ടു. തീ പാറുന്ന ഉജ്ജ്വലമായ ദാരുണ്യ പെർഫോമൻസ് ആണ്, കണ്ണഞ്ചിപ്പിക്കുന്ന അഭിനയ പെർഫോമൻസ് ആണ്. ഒരു കേസ് അന്വേഷണം എന്ന് പറഞ്ഞാൽ ഇതാണ് കേസ് അന്വേഷണം. സത്യസന്ധമായിട്ട് നീതിക്ക് വേണ്ടി കുറച്ച് നായകവേഷമാണ് നമ്മുടെ ടോവിനോ തോമസ് ചെയ്യിക്കുന്നത്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് നമ്മുടെ റസാഖ് മട്ടാഞ്ചേരി ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ചെറിയ റോളിൽ. അപ്പോൾ ഒരു സീരിയസ് സെൻറ്റിമെൻറ്റ്സിൽ കാണാൻ പറ്റുന്ന സിനിമയാണ്, ഒരു അതിസാഹസികമായിട്ടുള്ള കുറ്റാന്വേഷണ സിനിമയാണ്. അപ്പോൾ ടോവിനോ മികച്ചൊരു ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ്. ഒരു 5-ൽ 4 മാർക്ക് കൊടുക്കാം. ഓക്കെ, താങ്ക് യു. എഡിറ്റിങ്ങിലായാലും കഥ പറയുന്ന രീതിയിലായാലും ഒരു സസ്പെൻസ് ത്രില്ലർ നമ്മൾ ഇതുവരെ കണ്ട രീതിയിലല്ല. ഒരു നല്ല സിനിമ കണ്ട ഒരു പ്രത്യേക സുഖമാണ് ഈ സിനിമ കിട്ടുന്നത്. സിനിമയുടെ ഇൻ്റർവ്യൂവിലൊക്കെ പറയണം, മുഖം പോലെ അല്ലെങ്കിൽ കാണാതായ പെൺകുട്ടി പോലെ ആ ഒരു പഴയ സ്റ്റൈലുള്ള ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് മാത്രം സൈബർ സെല്ലോ മൊബൈൽ ടവറോ ഇല്ലാത്ത കാലത്ത് അന്വേഷിക്കുന്ന ഒരു കുറ്റാന്വേഷണ കഥയെ അതിഗംഭീരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. വളരെ നല്ല സിനിമ, മസ്റ്റ് വാച്ച് മൂവിയാണ്. ടൊവിനോ ഇതുവരെ കാണാത്ത ഒരു പ്രത്യേക രീതിയിൽ ഭയങ്കര ഇമോഷണലി ടച്ചിങ് ആയ രീതിയിലുള്ള ഒരു പ്രത്യേകതരം പോലീസ് ഓഫീസർ, ഒരു പോലീസ് കഥയാണ്. വളരെ നന്നായി ഇഷ്ടപ്പെട്ടു. അടിപൊളി പടം. ഞങ്ങൾ വളരെ 100% ആത്മാർത്ഥത്തോടുകൂടി ചെയ്തിട്ടുള്ള പടമാണ്. അതിൻ്റെ ഔട്ട് വന്നപ്പോൾ വളരെ സന്തോഷം. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണാം, കാരണം തിയേറ്ററിൽ കാണാനുള്ള പടമുണ്ട്. എൻ്റെ മ്യൂസിക്കിൻ്റെ ഒക്കെ ഒരു പ്രാധാന്യ റേറ്റിങ് അത് തിയേറ്ററിൽ കണ്ടാലാണ് അതിൻ്റെ ഏറ്റവും ഗുണം ഉണ്ടാവുക. പിന്നെയുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ നമുക്ക് പിന്നീട് ഒരിക്കൽ കാണാം. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ച്. ഈ സിനിമ ഇപ്പോൾ എന്നോട് ചോദിച്ചു കുറച്ച് കണ്ണൂർ സ്ക്വാഡ് പോലെയാണ്. കണ്ണൂർ സ്ക്വാഡ് പോലെയല്ല, അത് നല്ല ഫിലിമാണ്, ഇത് നല്ല ഫിലിമാണ്. 2 പാറ്റേണാണ് സിനിമ. ഇത് കുറച്ച് പഴയ കാലഘട്ടമാണ്, അതാണ് അതിൻ്റെ പുതുമ. ഉണ്ടാവണ്ടേ? പടം ഇഷ്ടപ്പെട്ടില്ലേ? അത് തന്നെ, അപ്പോൾ 2ാം ഭാഗം ഉണ്ടാവും. ശരി. പടം എനിക്ക് പേഴ്സണലി വർക്കായി. അതായത് ഒരു ടിപ്പിക്കൽ ഫോർമാറ്റ് രീതിയിലുള്ള ഒരു പടമല്ല, അതൊരു സമയമെടുത്ത് പറയുന്നൊരു കഥയാണ്. ഒരു 2 എപ്പിസോഡായിട്ട് പറയുന്നൊരു കഥയാണ്. കാരണം 2 ഇൻവെസ്റ്റിഗേഷനാണ്, സ്പോയിലറൊന്നുമല്ല, 2 ഇൻവെസ്റ്റിഗേഷനാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ഒരെണ്ണം, സെക്കൻഡ് ഹാഫിൽ വേറൊരെണ്ണം. എൻഗേജിങ് ആണ്, പക്ഷേ ഇത് എല്ലാ ടൈപ്പ് ഓഫ് ഓഡിയൻസിനും അത് വർക്കാവുമെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് പേഴ്സണലി വർക്കായി. കാരണം ഇപ്പോൾ ടൊവിനോയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ നല്ല രീതിയിൽ തന്നെയാണ്. കാരണം ഇപ്പോൾ പുള്ളി ചെയ്യുന്ന റോളും ചൂസ് ചെയ്യുന്ന ഫിലിംസും നല്ല രീതിയിൽ തന്നെയാണ്. പിന്നെ വരാനിരിക്കുന്ന നല്ല പ്രോമിസിങ് ആയിട്ടുള്ള നല്ല സ്ക്രിപ്റ്റ്സാണ് വരാനുള്ളത് പുള്ളിയുടെ. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. കംബാക്ക് എന്ന് പറയാനായിട്ട് പുള്ളി അവിടെ പോയിട്ടില്ല. കാരണം ഇപ്പോഴത്തെ ഈ ജനറേഷനിൽ പുള്ളി എഫേർട്ട് ഇടുന്ന വേറെ ആക്ടേഴ്സ് അധികം ഇല്ല. ആ സ്ക്രിപ്റ്റ് സെലക്ഷൻ ആയാലും ചൂസ് ചെയ്യുന്ന രീതി ആയാലും പുള്ളിയിട്ട് ഭയങ്കര ഡിഫറെൻ്റാണ്. നല്ല രീതിയിൽ തന്നെ ആൾ വരേണ്ടതാണ്. എന്ന് വെച്ചാൽ നല്ലൊരു സ്റ്റോറി ഉണ്ട്, നല്ല രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡയറക്ഷൻ നല്ലതാണ്, എഡിറ്റിങ്ങും പിന്നെ മ്യൂസിക്കും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. പടം എന്തുകൊണ്ടൊരു തിയേറ്റർ വാച്ചബിളായിട്ട് എനിക്ക് തോന്നിയത്, കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മമ്മൂക്കയുടെ കണ്ണൂർ സ്ക്വാഡ് കണ്ടില്ല. അപ്പോൾ കണ്ണൂർ സ്ക്വാഡിന് ശേഷം ഇത് അടുത്ത സ്ക്വാഡായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ടോവിനോടെ ഗംഭീര ഒരു അഭിനയം ഇതിൽ കാണാം. ടോവിനോനെ പോലെ തന്നെ ഇതിൽ അഭിനയിക്കുന്ന എല്ലാ പോലീസുകാരും നല്ല കിടലായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ BGM ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും അനാവശ്യമായിട്ട് ഒരു BGM പോലും എവിടെയും ഞാൻ കേട്ടില്ല. ഒക്കെ നല്ല രസമായിട്ട് ഒക്കെ ആ സിറ്റുവേഷനോട് യോജിച്ച തരത്തിലുള്ള BGM എന്തുകൊണ്ട് ഒരു തിയേറ്റർ വാച്ചബിളായിട്ട് എനിക്ക് തോന്നി.
പിന്നെ സെക്കൻഡ് ഹാഫ് ലാസ്റ്റ് ക്ലൈമാക്സ് കൊണ്ട് നിർത്തിക്കുന്നത് ഒരു സെക്കൻഡ് പാർട്ടിലേക്കുള്ള ഒരു എൻട്രി പോലെയാണ്. അതൊക്കെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും രസമായിട്ട് എനിക്ക് തോന്നി. അതായത് തിയേറ്റർ വാച്ചുകളാണ് മടുപ്പിക്കില്ല എന്നാണ്. പഴയ കാലഘട്ടം ബേസിലായിട്ടുള്ള നല്ലൊരു പടമാണ്. നല്ലൊരു ത്രെഡുള്ള നല്ലൊരു കണ്ടിരിക്കാൻ പറ്റിയ വൺ ടൈം വാച്ചബിളായിട്ടുള്ള നല്ല ടോവിനോടെ സൂപ്പർ പടം കണ്ടിരിക്കാം.